വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഫ്രോണിക്സിന് ജപ്പാനിലെ ക്രാഷ് ടെസ്റ്റ് നടത്തി 4 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ജപ്പാൻ്റെ എൻഗ്യാപ്പാണ് ക്രാഷ് ടെസ്റ്റ് നടത്തിയേക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് ജപ്പാനിലേക്ക് എക്സ്പോർട്ട് ചെയ്ത ഫ്രോണിക്സ് ആണ് അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഓടുന്ന ആ ഒരു ഫ്രോണിക്സും ഇത് സെയിം ആണെന്നുള്ള സംശയവും, അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ഫ്രോണിക്സിന് ഇത്രയും സേഫ്റ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും. അപ്പം നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുന്ന നേരത്ത് പറഞ്ഞേക്കുന്നത് സ്ട്രക്ചറലി രണ്ട് വണ്ടിയും സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ജപ്പാനിൽ കിട്ടുന്ന ഫ്രോണിക്സിനകത്ത് അഡാസ് ഫീച്ചേഴ്സും ഓൾ വീൽ ഡ്രൈവും പിന്നെ വേറെയും കുറച്ച് ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നുണ്ട്. അതല്ലാണ്ട് സ്ട്രക്ചറലി ഈ രണ്ട് വണ്ടികളും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ലെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. അപ്പം എല്ലാവരുടെയും സംശയമായിരിക്കും ഇന്ത്യയിലെ ഫ്രോണിക്സും സേഫ് ആണോ എന്നുള്ളത്. ഇപ്പോൾ ജപ്പാനിൽ ക്രാഷ് ടെസ്റ്റ് നടത്തിയ ആ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ കിട്ടുന്നതും ജപ്പാനിൽ കിട്ടുന്ന സെയിം വണ്ടിയാണെങ്കിൽ നമ്മുടെ ഫ്രോണിക്സും നല്ലപോലെ തന്നെ സേഫാണ്. ഇപ്പോൾ അവിടെ 4 സ്റ്റാർ കിട്ടിയെങ്കിൽ ഇവിടെ അതിനേക്കാളും കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് കിട്ടും. കാരണം ജപ്പാനിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ ക്രാഷ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമ്മുടെ ഇവിടെ ഭാരത് എൻഗ്യാപ്പ് ആയാലും അതേപോലെ തന്നെ ഗ്ലോബൽ എൻഗ്യാപ്പ് ആയാലും ഇവ രണ്ടും ക്രാഷ് ടെസ്റ്റ് നടത്തുന്നതിനേക്കാളും നല്ലപോലെ ടഫായിട്ടാണ് ജപ്പാനിൽ ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ അഡാസിന് നല്ലപോലെ തന്നെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അഡാസ് ഫീച്ചേഴ്സൊക്കെ നല്ലപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനും കൂടെ മാർക്കിട്ടാണ് അവർ ഈ ഒരു 5 സ്റ്റാറും 4 സ്റ്റാറൊക്കെ തീരുമാനിക്കുന്നത്. അതായത് ഒരു ക്രാഷ് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ നല്ലൊരു കാര്യമാണ് ക്രാഷ് ഉണ്ടാകാണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായതുകൊണ്ട് അഡാസിന് അവിടെ നല്ലപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം അഡാസിന് നോക്കുകയാണെങ്കിൽ പ്രിവെൻറ്റീവ് സേഫ്റ്റിക്ക് 90% മാർക്ക് ആ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഓവറോൾ 84% അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഒരു വണ്ടിക്ക് അവിടെ 4 സ്റ്റാർ കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ ആ ഒരു ടെസ്റ്റ് കൂടാണ്ട് വേറെയും ഒരുപാട് ടെസ്റ്റൊക്കെ ഉണ്ട്. ഇപ്പം സൈഡ് ഇമ്പാക്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെക്കാളും കുറച്ചുകൂടെ സ്പീഡിലൊക്കെയാണ് സൈഡ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. പിന്നെ മൊത്തത്തിൽ ഇത്തിരി ടഫായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ പെഡസ്ട്രിയൻ്റെ ഹെഡ് ഇമ്പാക്റ്റ് നോക്കുന്നുണ്ട്, ലെഗ് ഇമ്പാക്റ്റ് നോക്കുന്നുണ്ട്, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ അവരവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടഫായിട്ടുള്ള ജപ്പാൻ എൻഗ്യാപ്പിന് വേണ്ടി പാസ്സായി 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടി, അതായത് ഓവറോൾ 84% സ്കോർ ചെയ്യുമെങ്കിൽ കമ്പാരിറ്റീവ്ലി സിമ്പിളായ നമ്മുടെ ഗ്ലോബൽ എൻഗ്യാപ്പും അതേപോലെ തന്നെ ഭാരത് എൻഗ്യാപ്പ് പാസ്സാകാൻ വളരെ സിമ്പിളായ കാര്യമായിരിക്കും. ഇവിടെ കൊണ്ടുവന്ന് ക്രാഷ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വണ്ടിക്ക് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടുന്നതാണ്. പിന്നെ ഈ രണ്ട് വണ്ടിയും സ്ട്രക്ചറലി സെയിം ആണ്. കാരണം രണ്ട് നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്, മറ്റേത് ഇന്ത്യയിൽ നിർമ്മിച്ച് ജപ്പാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. രണ്ടും സ്ട്രക്ചറലി സെയിം ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് സിമ്പിളായിട്ട് ഈ ഒരു വണ്ടി കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക.